നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലോയ്ക്ക് 3000 രൂപ വരെയും തേൻ സീസൺ തുടങ്ങി. ഇനി വരുമാന മധുരം കുറയില്ല. സംസ്ഥാനത്ത് തേൻ സീസൺ തുടങ്ങിക്കഴിഞ്ഞു. കോവിഡ് കാലത്തിന് ശേഷം ആവശ്യകത ഏറിയ കാർഷിക ഉൽപ്പന്നങ്ങളിലൊന്നാണ് തേൻ. 4-5 വർഷത്തിനിടയിൽ തേൻ വിൽപ്പനയിൽ 50% വർധനവുണ്ടെന്ന് പ്രമുഖ തേനീച്ച കർഷകർ തന്നെ പറയുന്നു. കോവിഡിന് ശേഷം ആരോഗ്യ കാര്യങ്ങളിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധ വച്ചതാണ് തേൻ വിപണിക്ക് ഗുണം ചെയ്തത്. തേനിൻ്റെ പോഷക ഔഷധ മേന്മകളെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വർദ്ധിച്ചതും എല്ലാ പ്രായത്തിലുള്ളവരും തേനിനോട് താൽപ്പര്യം കാണിച്ചു തുടങ്ങിയതും വിപണിയെ വളർത്തുന്നു. നിലവിൽ വൻ തേനിൻ്റെ ചില്ലറ വിപണി വില കിലോയ്ക്ക് 350 മുതൽ 400 രൂപയാണ്. ചെറു തേനിൻ്റേത് 2500 രൂപ മുതൽ 3000 രൂപ വരെയും. കൃഷിക്ക് അനുബന്ധമായി ലഭിക്കുന്ന ചെറിയൊരു വരുമാനം എന്ന നിലയ്ക്ക് മാത്രമാണ് മുൻപ് നമ്മുടെ കർഷകർ തേനീച്ച കൃഷിയെ കണ്ടിരുന്നത്. എന്നാൽ വിപണി വളരുകയും തേൻ വില സ്ഥിരത നേടുകയും ചെയ്തതോടെ പലരും തേനീച്ച കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങി. ഇന്ന് അവരിൽ പലരും ആണ്ടിൽ 4-5 ടൺ തേൻ ഉൽപ്പാദിപ്പിക്കുന്നു. വിശാലമാണ് വിപണി. അതേസമയം തേനിൻ്റെ വർദ്ധിച്ച ഡിമാൻഡ് സാധാരണക്കാരായ തേനീച്ച കർഷകർക്ക് വലിയ നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റെല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളിലെന്ന പോലെ ഇടനിലക്കാരുടെ ചൂഷണം തന്നെയാണ് കാരണം. സീസണിൽ വിളവെടുക്കുന്ന തേൻ മൊത്തമായി വിൽക്കുമ്പോൾ കിലോയ്ക്ക് 100 രൂപ മുതൽ 110 രൂപയെ മിക്കവർക്കും കിട്ടാറുള്ളൂ. കച്ചവടക്കാർ ഇതേ തേൻ വാങ്ങി വിറ്റഴിക്കുന്നതാകട്ടെ ശരാശരി 400 രൂപയ്ക്കും. എന്നാൽ ഇടനിലക്കാർ മാത്രമല്ല, കർഷകരുടെ ദുരവസ്ഥയ്ക്ക് കാരണം സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ വിപണന സാധ്യതകളും പ്രാദേശിക വിപണിയുമെല്ലാം കണ്ടെത്തി തേനിൻ്റെ ചില്ലറ വിൽപ്പന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കർഷകരും തുനിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ശ്രമിക്കുന്നവർ മികച്ച നേട്ടമുണ്ടാക്കുന്നുമുണ്ട്. മുഴുവൻ തേനും മെച്ചപ്പെട്ട വിലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിൽ 30% നേരിട്ട് ചില്ലറ വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ തന്നെ വരുമാനത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനാകൂ. അതിന് സാഹചര്യം ഇന്നുണ്ട് താനും. നാട്ടിലും മറുനാട്ടിലും വിളവെടുപ്പ് സീസൺ പൂർത്തിയായാലുടൻ കിട്ടുന്ന തുകയ്ക്ക് തേൻ വിറ്റ് കൈയൊഴിയുകയാണ് പലരുടെയും ശീലം. പഴവും പച്ചക്കറിയും പോലെ സൂക്ഷിപ്പ് കാലം തീരെ കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇത് വേണ്ടി വരാറുണ്ട്. എന്നാൽ വിളവെടുത്ത് ഉടനടി വിറ്റഴിച്ചില്ലെങ്കിലും ചീത്തയാകുന്നതല്ലല്ലോ തേൻ. നാളുകളോളം സൂക്ഷിച്ചു വയ്ക്കാനും മൂല്യവർധന നടത്താനുമൊക്കെ അവസരമുണ്ട്. ചുറ്റുവട്ടം മുതൽ രാജ്യമൊട്ടാകെ വിപണിയുള്ള ഉൽപ്പന്നമാണ് തേൻ. ഈ സാധ്യതകൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി ചില്ലറ വിൽപ്പനയിലൂടെ മുന്നേറാൻ ഏറ്റവും സാധാരണക്കാരായ കർഷകർക്ക് പോലും ഇന്ന് സാധിക്കും. അതിന് തുനിയുന്നവർ മേൽപ്പറഞ്ഞ 100 രൂപ മുതൽ 110 രൂപയുടെ സ്ഥാനത്ത് കിലോയ്ക്ക് ശരാശരി 400 രൂപ വരെ നേടുന്നുമുണ്ട്. ഇങ്ങനെ മുന്നേറുന്ന ചിലരുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ കർഷകർക്ക് ഗുണകരമാകും. അപ്പോൾ നമുക്കിങ്ങനെ തേൻ കൃഷി ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. റബ്ബർ തോട്ടങ്ങളിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ റബ്ബർ കർഷകർക്ക് ഇരട്ടി വരുമാനം നേടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.